ആശ്വാസധാരയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. പതിവ് പോലെ നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവിനെയും എല്ലാ പ്രേക്ഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വന്നിരിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അല്പം ബിബ്ലിക്കലാണ്, അതുപോലെ തന്നെ കുറച്ച് പ്രായോഗിക വശങ്ങൾ കൂടിയുള്ളൊരു കത്താണ്. അത് ദൈവം എന്തിനാണ് മനുഷ്യരെ പരീക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ബൈബിൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്. ആദ്യം മക്കളെ കൊടുക്കുന്നില്ല, പിന്നെ മകനെ നൽകി അനുഗ്രഹിക്കുന്നു, പക്ഷേ പിന്നീട് ബലി നൽകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം സ്നേഹനിധിയാണെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനെ ദൈവം പരീക്ഷിക്കുന്നത്? മാത്രമല്ല, ദൈവം എല്ലാം അറിയുന്നവനുമാണല്ലോ. പിന്നെ ഈ പരീക്ഷണത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ഈ കത്തിൻ്റെ രത്നചുരുക്കം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി തന്നെ അതിനെ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട പലർക്കും സംശയം ഉളവാക്കാവുന്ന തരത്തിലുള്ള ഒരു ചോദ്യം, പലരുടെയും ചോദ്യമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയും. ചോദ്യകർത്താവിൻ്റെ ആ ഒരു പിന്നിലെ ആഗ്രഹവും ഒരുപക്ഷെ കൂടുതൽ ബൈബിൾ പഠിക്കാനും അറിയാനും ഉള്ളൊരു വലിയ ദാഹവുമെല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുകയാണ്. കൂടുതൽ നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ ബൈബിൾ കാണുമ്പോഴത് അറിയാൻ ആഗ്രഹിക്കണം, അതിലേക്ക് കടന്നു ചെല്ലണം, സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു തീക്ഷ്ണമായ ശ്രമം നടത്തേണ്ടതും നല്ലതാണ്. വാസ്തവത്തിൽ അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അബ്രാഹത്തെ മാത്രമേ ദൈവം പരീക്ഷിച്ചിട്ടുള്ളോ എന്നൊരു ചോദ്യം. പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, കാരണം ദൈവം എല്ലാം അറിയുന്നവനാണ്. അതെ, ദൈവം എല്ലാം അറിയുന്നവനാണ്. ഞാൻ പറഞ്ഞു, അബ്രാഹത്തെ മാത്രമല്ല ദൈവം പരീക്ഷിച്ചിട്ടുള്ളത്, മറ്റു പലരെയും പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ ദൈവം ചെയ്യുന്നത്? ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണെന്ന് തന്നെ നമ്മൾ ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ, ഈ പരീക്ഷണം ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? അത് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലും അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിട്ടത് മാറുന്നുണ്ട്. ഇത് മാത്രമല്ല, എന്തുകൊണ്ട് ദൈവമേ എന്നോട് നീ ഇത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതിൻ്റെ പുറകിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട്, അല്ലേ? അതും ഇതിൻ്റെ പുറകിൽ. അപ്പം വാസ്തവത്തിൽ നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവം പരീക്ഷിക്കുന്ന സന്ദർഭങ്ങളും എന്തിനാണതും എന്നൊക്കെ ബൈബിൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 പ്രമാണങ്ങളൊക്കെ മോശയ്ക്ക് നൽകി ജനത്തിന് അത് കൊടുക്കുന്നത് ആ സന്ദർഭത്തിന് ശേഷം വലിയ ഇടിമുഴക്കത്തിനെയും കാഹളധ്വനിയുടെയും സ്വരം കേൾക്കുന്നു. മിന്നൽ പിണറുകൾ, പുകയും അഗ്നിയും എല്ലാം കാണുന്നു. ജനം ഭയന്ന് വിറയ്ക്കുന്നു, താഴെ നിൽക്കുന്ന ജനം. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനും വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്തിനാണ് പരീക്ഷിക്കുന്നത്? അവരെ മോശ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, നിങ്ങൾ പാപം ചെയ്യാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം ഒരു ഭീതി അവർക്ക് കൊടുക്കുകയാണ്. വലിയവനാണ് ദൈവം, സർവശക്തനാണ് എന്നൊരു ഒരു ചിന്ത അവരെ ഓർമ്മപ്പെടുത്താനായിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നിയമാവർത്തന പുസ്തകത്തിലാണെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം എന്തുകൊണ്ടാണ് പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും: നിങ്ങളുടെ ദൈവമായ, 8-ാം അധ്യായം 2-ാമത്തെ വാക്ക്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്തിനൊക്കെയാണ്? നിങ്ങൾ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് അറിയുകയാണ്. അപ്പോൾ അവർ അഹങ്കാരികളായി മാറി അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പനകളൊക്കെ നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ദൈവത്തിന് അറിയത്തില്ല കൽപ്പന അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത്, പിന്നെ എന്തിനാ അത് പരീക്ഷിച്ച് നോക്കുന്നെന്ന്. ദൈവത്തിനറിയാം, അവർക്കറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കത് ഉറപ്പുണ്ടാവണം. അവരെന്ത് ചെയ്യും ചെയ്യില്ല എന്ന കാര്യം ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ദൈവം അറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് മാറ്റം വരില്ല. അവരുടെ ജീവിതത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. കടന്നു പോകുമ്പോഴാണ് അവർക്ക് അതിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ സിനായി ദൈവത്തിൻ്റെ ജനം മരുഭൂമി കൂടെ യാത്ര ചെയ്ത് ചെങ്കടൽ കടന്നിട്ട് ശൂർ മരുഭൂമിയിലേക്ക് എത്തും. അവിടെ ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ മാറയിൽ എത്തിക്കഴിയും അവർക്ക് വെള്ളം കിട്ടുന്നില്ല.
ഈ മരുഭൂമി കൂടെ 3 ദിവസങ്ങൾ അവർ യാത്ര ചെയ്യുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലുമില്ല. അവരാകപ്പാടെ വിഷമിക്കുകയാണ്. ദൈവം എന്തിനിങ്ങനെ ഞങ്ങളോട് ചെയ്യുന്നു? മോശയെ കുറ്റപ്പെടുത്തുന്നു. അവർ മരുഭൂമി കൂടെ യാത്ര ചെയ്തിട്ട് മാറയിലെത്തി കഴിയുമ്പോഴേക്കും അവിടെ കുറച്ച് വെള്ളം കാണും. ആ വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ അത് കയ്പുള്ളതാണ്, കുടിക്കാൻ കൊള്ളുകയില്ല. എന്തൊരു കഷ്ടമായിപ്പോയി ഇത്, ഇങ്ങനെ മരുഭൂമിയിലിട്ട് ഞങ്ങളെ പരീക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെയും ദൈവം മോശ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഒരു ചെറിയ തടിക്കഷ്ണം ആ വെള്ളത്തിലിട്ട് കഴിയുമ്പം അത് മധുരമുള്ളതായി മാറുന്നു, അത് അവർക്ക് കുടിക്കാൻ പറ്റും. അവിടെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യൻ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. അപ്പം നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നത് ദൈവം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്നുകൂടി ശുദ്ധി ചെയ്തെടുത്ത് നിങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് നിങ്ങളെ തന്നെ കുറേ കൂടി വിശുദ്ധിയിൽ വളർത്തി ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ജീവിക്കാൻ ഒരുങ്ങേണ്ടതുണ്ട്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതം അനുഗ്രഹീതമായി മാറുന്നത്. മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹീതവും സമാധാനപരവും അർത്ഥപൂർണവുമായി മാറി വിജയം വരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ദൈവം ഇങ്ങനെ പരീക്ഷിച്ച് വളർത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ ഈ പരീക്ഷണത്തെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ കാണും. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അപ്പോൾ നിങ്ങൾ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. നിങ്ങൾ ഈശോയുടെ സഹനങ്ങളിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പുതിയ നിയമ ഭാഷ്യം, അല്ലെങ്കിൽ മിശിഹായിലൂടെ നൽകുന്ന ഒരു സന്ദേശമാണത്. ഇനി അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കൂ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അതാണല്ലോ ചോദ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അബ്രാഹത്തെ ദൈവം വിശ്വാസികളുടെ പിതാവായി വളർത്തുകയാണ്. അബ്രാഹം വിശ്വാസികളുടെ പിതാവായി മാറണമെങ്കിൽ ഒരു അഗ്നിപരീക്ഷണത്തിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ടതുണ്ട് എന്ന് ദൈവം തിരുമനസ്സാകുന്നു, അല്ലെ ദൈവത്തിന് അറിയാതെ. പക്ഷെ അപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്, ദൈവം ആവശ്യപ്പെടുന്നത് പുത്രനെ ബലി കഴിക്കാനാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നരബലി. ഇത് ശരിയായിട്ടുള്ള ഒരു ഏത് ധർമ്മസംഹിതയിലെടുത്ത് പരിശോധിച്ചാലും മനുഷ്യനെ ബലിയർപ്പിക്കാൻ പറയുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് ഇത് കൊടുത്ത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പം അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം, ആദ്യം അബ്രാഹത്തിന് മക്കളെ കൊടുക്കുന്നില്ല. അബ്രാഹം വലിയൊരു സങ്കടത്തിലാണ്. അന്ന് യഹൂദരുടെ ചിന്തകളിൽ, യഹൂദ പാരമ്പര്യത്തിൽ മക്കളില്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശാപമാണ്. ശാപഗ്രസ്തമായ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ ജീവിക്കേണ്ടി വരുന്നു. ദൈവത്തോട് വിശ്വസ്തയുള്ള മനുഷ്യനാണ്, എന്നിട്ട് മക്കൾ ഉണ്ടാകാത്ത അവസ്ഥ. അപ്പോഴൊന്നും അദ്ദേഹം അവിശ്വസ്തനാകുന്നില്ല. അപ്പോഴെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോഴെല്ലാം അബ്രാഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ദൈവം അബ്രാഹത്തിനൊരു വാഗ്ദാനം കൊടുക്കും. ആ 3 ദൈവരൂപങ്ങൾ ഓക്കുമര ചുവട്ടിൽ വെച്ച്, മാമ്പ്രയിലെ ഓക്കുമര ചുവട്ടിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ, അവരെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിനക്ക് അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറയും. അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തിരി പോലെയും മക്കളെ നിനക്ക് ലഭിക്കുമെന്ന്. എന്നിട്ട് മക്കളൊന്നും ഇല്ലാതിരിക്കുന്നു. അവസാനം ഈ വാഗ്ദാനം കിട്ടുന്നു. അപ്പോൾ അബ്രാഹാം വിശ്വസിക്കും, ശരിയാ, ദൈവം ഇതാ തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ പോകുന്നു, കുഞ്ഞിനെ ലഭിക്കുന്നു. അബ്രാഹത്തിന് വലിയ സന്തോഷമാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് എത്തുന്നത്. ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ്, ഈ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബാലനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടിയിട്ട് ബലി കഴിക്കണമെന്ന്. അങ്ങനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുവോ? അല്ലേ, അതാണ് സാറ് ചോദിക്കുന്നത്. നരബലി എന്ന് പറയുന്നത് ശരിയല്ല. വാസ്തവത്തിൽ അന്നത്തെ സാഹചര്യങ്ങളിൽ ദൈവം ആവശ്യപ്പെടുന്നില്ല, നരബലി ദൈവം ആവശ്യപ്പെടുന്നില്ല, ദൈവം പരീക്ഷിക്കുന്നുള്ളൂ. ഞാൻ അതിലേക്ക് വരാം. അന്നത്തെ ഒരു സംസ്കാരത്തിൽ വിജാതീയ സമൂഹങ്ങളിലെല്ലാം നരബലി ഉണ്ടായിരുന്നു. ആ പിതാക്കന്മാരുടെ അന്നത്തെ ആ കാലഘട്ടങ്ങളിലൊക്കെ മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ഏത് അധികാരം ഉണ്ടായിരുന്നു? സമൂഹത്തിൻ്റെ ചില അധികാരം ചില വ്യക്തികളുടെ മേലുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്വാധീനവും അധികാരവും ഒക്കെ ചില വ്യക്തികളെ എന്തും ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് വലിയൊരു യുദ്ധം ഉണ്ടാകുന്ന സമയം വരികയാണ്, പിടിച്ചടക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വന്തം മക്കളെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്, ദേവിക്ക് ബലിയർപ്പിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള ശക്തി നേടാൻ അവർ ശ്രമിച്ചിരുന്നു. അതല്ലെങ്കിൽ കടിഞ്ഞൂൽ സന്തതികളെ ചില പ്രത്യേക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അന്ന് നിലവിലിരുന്ന ചില ദുരാചാരങ്ങളാണ്, ശരിയായ ആചാരങ്ങളല്ല.
അതിനെല്ലാം പ്രവാചകന്മാരെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ജെറമ്യ പ്രവചനം 15-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വിജാതീയ ദേവന്മാർക്ക് മക്കളെ ബലി കഴിക്കുന്നതിനെ ശക്തമായിട്ട് വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലും മനുഷ്യനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദരിക്കപ്പെടണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ്. ഒരിക്കലും സ്നേഹം തന്നെയായ ദൈവം അവരെ ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയില്ല. പക്ഷേ അന്നത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു ചോദ്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. എന്നിട്ട് പോലും അബ്രാഹാം മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തമായ കാര്യം. അബ്രാഹാം അതുപോലും ദൈവമേ നീ എന്താ എന്നോട് ഈ ചോദിക്കുന്നത്? ഇത് ശരിയാണോ ഇത്? അല്ലെങ്കിൽ എനിക്ക് നീ തന്ന ഏക മകൻ നീ എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ, ഈ മകനിലൂടെ സന്തതി പരമ്പരകൾ വ്യാപിക്കുമെന്ന്. അതെല്ലാം മറന്ന് ഇതെന്നെ ചതിക്കുകയാണോ എന്നൊരു ചോദ്യം ആർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം അബ്രാഹാം ചോദിക്കുന്നില്ല. അതിനു പോലും നീ എനിക്ക് തന്ന മകനാണെങ്കിൽ നീ തന്നതാണ്, നീ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനും തയ്യാറാണ്. സ്വന്തം ഹൃദയം പറിച്ചെടുത്ത് കൊടുക്കുന്നതിനേക്കാൾ വലിയ സഹനമാണത്. ആരോടും അദ്ദേഹം അത് മിണ്ടിയില്ല. ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയോടോ മകനോടോ പോലും പറയാതെ അദ്ദേഹം മോറിയാമലയിലേക്ക് പ്രഭാതത്തിലെ പ്രവേശിക്കുകയാണ്, നടന്നു പോവുകയാണ് ഈ മകനോടൊപ്പം. അങ്ങനെ മല കയറുന്ന മനുഷ്യൻ്റെ മനസ്സിലൂടെ എന്തൊരു വലിയ അഗ്നിയായിരിക്കും കത്തിജ്വലിക്കുന്നത്, എന്തൊരു തീയിൽ ചവിട്ടി ഈ മനുഷ്യൻ നടന്നു പോകുന്നത്. കഠിനമായ ഒരു അഗ്നി യാത്രയാണത്. അഗ്നിശുദ്ധി വരുത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു തീയിൽ ചവിട്ടി കടന്നു പോകുന്നൊരു മനുഷ്യൻ. ഒരിക്കലൊരു സൺഡേ സ്കൂൾ അധ്യാപിക സൺഡേ സ്കൂൾ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഈ അബ്രാഹത്തിൻ്റെ ബലിയർപ്പണത്തിൻ്റെ കഥയൊക്കെ അങ്ങ് വിവരിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഈ കഥ വിവരിച്ച് കേൾപ്പിച്ചപ്പോഴത്തേനും പിള്ളേരെ ശ്വാസം അടക്കിയിരുന്ന് കേൾക്കുകയല്ല. അബ്രാഹാം വലിയപ്പൻ ഇങ്ങനെ ബലി കഴിക്കാൻ പോകുന്നു, സ്വന്തം മകനെയും കൊണ്ട് പോവുക. അപ്പോൾ ചിലരൊക്കെ കഥയങ്ങോട്ട് നല്ല പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ നല്ല മിടുക്കിയായ അധ്യാപിക ഈ കൊച്ചു ക്ലാസ്സിൽ കഥ അവതരിപ്പിച്ച ചിലവന്മാരൊക്കെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ടീച്ചർ അതെല്ലാം പറഞ്ഞിട്ട് അവസാനം നല്ല പോസിറ്റീവായിട്ട് കൊണ്ട് കഥയും അവസാനിപ്പിച്ചു. അബ്രാഹാം ഇങ്ങനെ വാളെടുത്തു വെട്ടാനോങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കരച്ചില്ല, അവർ ഒരുമിച്ച് കരയുക. അപ്പം ടീച്ചർ പറഞ്ഞു, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു, തൊട്ടു പോകരുത് മകനെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ശ്വാസം വിട്ടു. സന്തോഷമായി പിള്ളേർക്കെല്ലാം. അപ്പം ഒരുത്തനിരുന്ന് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്തിനാടാ പിന്നെ ഇരുന്ന് കരയുന്നത്? അബ്രാഹാം ബലി കഴിച്ചില്ലല്ലോ മോനെ എന്ന് ടീച്ചർ പറഞ്ഞപ്പം അവൻ പറയുകയാണ്, എങ്ങാനും ആ മാലാഹ വരാൻ ഇത്തിരി താമസിച്ചു പോയായിരുന്നെങ്കിൽ ആകെപ്പാടെ തീർന്നില്ലേ. മാലാഹ താമസിക്കില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മെ വളർത്തിയെടുക്കാൻ അവിടുന്ന് ഒരുക്കുന്ന സഹന വഴികളാണതൊക്കെ. ആ വഴികളിൽ ദൈവം ഇടപെടും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. നമ്മൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും മനോഹരമായിട്ട് ദൈവം ഇടപെടും. അബ്രാഹാം അങ്ങനെ വിശ്വാസികളുടെ പിതാവായി മാറുന്നു. ആ സഹനത്തിലൂടെ കടന്നു വന്ന് ജീവിതത്തെ കൂടുതൽ വിശ്വാസ സമർപ്പണത്തിലേക്ക് എത്തിച്ചപ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് ദൈവജനം പിന്നെ വിളിക്കുന്നത്. അത്രമാത്രം വിശ്വാസത്തിൻ്റെ പിതാവായി അബ്രാഹാം വളർന്നു. ഇനി ജോബിൻ്റെ കാര്യം എടുക്കും അല്ലേ? എന്തൊരു വലിയ പരീക്ഷണത്തിലൂടെ ജോബ് കടന്നു പോകുന്നത്. വാസ്തവത്തിൽ ജോബിനെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ സ്വത്ത്, അദ്ദേഹത്തിൻ്റെ ബന്ധം, സ്വന്തം, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണബാധിതമായി എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, സ്നേഹിതരെ പോലും ഉപേക്ഷിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയിലും ജോബ് പിടിച്ചു നിൽക്കുകയാണ്, ദൈവത്തെ പഴിക്കുന്നില്ല. അവിടെ ദൈവം അവസാനം ദൈവത്തോട് ജോബ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു, എന്ത് കുറ്റം ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം ഇതെന്താ ഇങ്ങനെ ഇത് വരുന്നു, ഈ സഹനം എന്തുകൊണ്ട് വരുന്നു, എനിക്കെന്തുകൊണ്ട് ഈ സഹനം എന്നൊക്കെ ജോബ് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. കുറേ ചോദ്യങ്ങൾ ദൈവം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാട്ടാടിൻ്റെ പ്രസവ സമയം നിനക്കറിയാമോ? മാൻപേടയുടെ എന്താ പറയുക ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? കാട്ടുകഴുതി ആരെ അഴിച്ചുവിട്ടെന്ന് നിനക്കറിയാമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ജോബ് കണ്ണു പിടിച്ചു പോവുക. ദൈവം ഇതൊന്നും എനിക്കറിയത്തില്ലോ, ഇത്രയും കാര്യങ്ങൾ പോലും നിനക്കറിയത്തില്ല, നീ പിന്നെ എന്നതായി അറിയാമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം ആരറിയുന്നു? ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ആ മനോഹരമായ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഗ്രഹിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മളെ വിട്ടുകൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ടത്. സാറ് ചോദിച്ചൊരു ചോദ്യം അല്ലെ, ഇതിനകത്തുള്ള ഒരു മറ്റൊരു ചോദ്യം, ദൈവമെല്ലാം അറിയുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ടല്ലേ? പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ദൈവം അറിയുന്നുണ്ടല്ലോ. ദൈവം അറിയുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ സഹനത്തിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വിധം വളരുന്നത് എന്നുള്ളതിൻ്റെ കാര്യം. ദൈവം ആഗ്രഹിക്കുന്ന വിധം വളരണമെങ്കിൽ
ഇങ്ങനെ കടന്നു പോകണമെന്ന കാര്യവും കൂടി ദൈവം അറിയുന്നുണ്ട്. എല്ലാം അറിയുന്ന ദൈവം അവൻ്റെ ജീവിതത്തെ കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവന് വിപരീത അനുഭവങ്ങൾ കൊടുത്ത്, സഹനങ്ങൾ കൊടുത്ത് അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സഹനങ്ങൾക്ക് വലിയൊരു അർത്ഥമുണ്ട് അങ്ങനെ ജീവിതത്തിൽ. ഇനി മാനുഷികമായ ചോദ്യങ്ങളേറെ വരാം. ഈ അടിസ്ഥാനപരമായിട്ട് മറ്റൊരു ഉന്നയിക്കപ്പെടാവുന്ന ഒരു ചോദ്യം, ഈ പരീക്ഷകളിൽ വിജയിച്ചവരെക്കുറിച്ച് മാത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം അബ്രഹാം വിജയിച്ചു, അല്ലെങ്കിൽ ജോബ് അത്തരം സഹനങ്ങളിലെ വിജയകരമായിട്ട് നേരിട്ടു. പക്ഷേ ഈ സഹനത്തിൽ അൻപിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പ്രത്യേകിച്ച് നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം ആത്മഹത്യ ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. അപ്പം സത്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ചിലരുടെ പരാജയത്തിന്, ആത്യന്തികമായ പരാജയത്തിന് കാരണമാകുന്നില്ല. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവൻ്റെ സ്വാതന്ത്ര്യം. അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവൻ എന്ത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ആത്യന്തികമായ പരാജയം വേണമെങ്കിൽ അവൻ ഓപ്റ്റ് ചെയ്യാം, വിജയം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് എങ്ങനെ സഹകരിക്കണം എന്ന കാര്യം അവനാണ് തീരുമാനിക്കേണ്ടത്. ഈശോ തന്നെ തിരഞ്ഞെടുത്ത ശ്ലീഹന്മാരുടെ കൂടെ ഒരാൾ യൂദാസ് ആയിരുന്നു. ആത്യന്തികമായിട്ട് യൂദാസ് നശിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, നമ്മളതിനെക്കുറിച്ച് വിധിക്കണ്ട. പക്ഷേ സുവിശേഷത്തിൻ്റെ സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പം ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായി എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ആ നാശത്തിൻ്റെ പുത്രൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം ഒരു ഫണ്ടമെൻ്റൽ ഓപ്ഷൻ എടുക്കുകയാണ്. എനിക്ക് ദൈവം തന്ന ഈ ജീവിതം ഞാൻ നശിപ്പിക്കുകയാണ്. അവന് വലിയ സാധ്യതകളുണ്ടായിരുന്നു, മാനസാന്തരത്തിൻ്റെ സാധ്യതകൾ. പത്രോസ് ഉപേക്ഷിച്ച് പറഞ്ഞവനാണ്, തള്ളി പറഞ്ഞവനാണ്. പക്ഷേ പത്രോസ് തിരിച്ചു വരുന്നുണ്ട് ഒരു നോട്ടത്തിലൂടെ. അപ്പോൾ ദൈവം എപ്പോഴും മനുഷ്യന് തിരിച്ചു വരാനുള്ള വലിയ പോസിറ്റീവ് പ്രചോദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്ന് വേണേൽ പറയാം. പത്രോസിൻ്റെ ജീവിതം തന്നെ എടുത്ത്, പത്രോസ് തള്ളി പറയുമെന്ന കാര്യം ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഒരു വാണിംഗ് പോലെ ഈശോ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ മുന്നറിയിപ്പുകൾ ദൈവം തരുമെന്നുള്ളത് അതിൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാനോ, പാപത്തിൽ വീഴാനോ, ദൈവത്തെ ഉപേക്ഷിക്കാനോ, തിന്മയിൽ വീഴാനോ സാധ്യതയുണ്ടെങ്കിൽ പലപ്പോഴും ദൈവം മുന്നറിയിപ്പുകൾ ഇപ്പോഴും തരുന്നുണ്ട്. അത് വ്യക്തികളിലൂടെ ആവാം, സുവിശേഷത്തിലൂടെ, വചനത്തിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജിലൂടെ ഒക്കെ നമുക്ക് സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് മുന്നറിയിപ്പുകൾ ദൈവം തരും. ചിലപ്പോൾ നേരിട്ട് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിച്ചെന്നിരിക്കും ഏതെങ്കിലും തരത്തിലൊക്കെ പ്രാർത്ഥനാ വേളയിൽ. അതിനേക്കാൾ കൂടുതൽ വ്യക്തികളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റും. അപ്പം നമ്മൾ ഉത്തരവാദികളായി മാറും. പത്രോസ് ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചു. പത്രോസ് എന്നാ പറഞ്ഞത്? ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിനക്ക് വേണ്ടി കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. അത്രയും ഇത്തിരി അഹന്തയോടുകൂടി പത്രോസ് സംസാരിച്ചതിൻ്റെ ഫലം കൂടിയാണ് പത്രോസിൻ്റെ തിരസ്കരണം എന്ന് പറയേണ്ടി വരും. കർത്താവേ, ഞാൻ ബലഹീനനാണ്, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആ സമയത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നെ അദ്ദേഹം ആ സമയത്ത് എല്ലാം മറന്നിട്ട് സ്വന്തം കാര്യത്തിൽ മാത്രം സ്വാർത്ഥത്തിലേക്ക് മാറി അകലങ്ങളിലൂടെ നടന്നു പോകും. അങ്ങനെ അകലങ്ങളിലൂടെ നടന്നു പോകുന്ന പത്രോസാണ് തള്ളിപ്പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും അകലങ്ങളിലൂടെ ഇന്ന് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തള്ളിപ്പറഞ്ഞിരിക്കും. പ്രാർത്ഥനയിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അകലങ്ങളിലൂടെയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കർത്താവിനെ തള്ളിപ്പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വാർത്ഥപരമായ അധാർമികമായ ജീവിതത്തിലേക്ക് പോകാനുള്ള വഴി തെളിയും. പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ സ്നേഹം ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ പത്രോസിനെ ഒന്ന് നോക്കി. കോഴി കൂകിയപ്പോൾ തന്നെ പത്രോസിനത് ബോധ്യപ്പെട്ടു. കർത്താവ് ഒന്ന് നോക്കുകയാണ് പത്രോസിനെ. പത്രോസ് ഉള്ളൊരുക്കി കരയാൻ തുടങ്ങുകയാണ്. ഈ കർത്താവിൻ്റെ നോട്ടം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലുമൊക്കെ സ്പർശിക്കും. ആരിലൂടെയെങ്കിലും കർത്താവ് നമ്മളെ തൊടും. അവൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ പതിയും. അതൊരു വലിയ സത്യമാണ്. മനുഷ്യൻ പലപ്പോഴും ഈ പരീക്ഷണങ്ങളിൽ തോറ്റുപോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബലഹീനതകളാണ്. സത്യത്തിൽ ഈ ബലഹീനതകളും ദൈവം ഈ പാത്രത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. അപ്പം ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ബലഹീനതകൾ അവൻ്റെ പരാജയത്തിന് കാരണമാകുമ്പോൾ ആ പരാജയത്തിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ദൈവത്തിലേക്ക് കൂടി നീളുന്നില്ലേ? വളരെ രസകരമായ ഒരു ചോദ്യവും എന്നാൽ അർത്ഥവത്തായ ഒരു ചോദ്യമാണത് കേട്ടോ.
മനുഷ്യൻ്റെ ബലഹീനത എന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? പൊതുവെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്തെങ്കിലും അവൻ വികാര വിക്ഷോഭം ചെയ്യുന്നു, അവന് വഴിവിട്ടു പെരുമാറുന്നു, അങ്ങനെയുള്ള ബലഹീനതകൾ അല്ലേ? അതല്ലേ തീർച്ചയായും. മനുഷ്യൻ്റെ വികാരങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ബലമാണ് എന്നുള്ളതാണ് സത്യം. മനുഷ്യന് വികാരങ്ങളില്ലായിരുന്നെങ്കിൽ അവന് മനുഷ്യോചിതമായൊരു ജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നോ? അത് ഇപ്പോഴാണ് ബലഹീനതയാകുന്നത് എന്നുള്ളത് അടുത്ത ചോദ്യം. അത് ബലമായി മാറുന്നത്, ഉദാഹരണത്തിന് ഒരു മനുഷ്യന് ലൈംഗിക ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അങ്ങനൊരു വികാരം, ലൈംഗിക വികാരങ്ങൾ മനുഷ്യനില്ലായിരുന്നെങ്കിൽ കുടുംബജീവിതം അസാധ്യമാകുമായിരുന്നു. ഒരാൾ ദേഷ്യം വരുന്നൊരു സ്വഭാവം അയാൾക്കുണ്ട്. ചില സമയങ്ങളിലെങ്കിലും ചില കാര്യങ്ങൾ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടാവും. മക്കളുടെ കാര്യത്തിലാകാം, അവരെ തിരുത്തേണ്ട കാര്യങ്ങളാവാം. എന്തു വന്നാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ നിസ്സംഗതയാണ്. അതാണ് വസ്തുത ബലഹീനത. അപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ആ പ്രത്യേകതകൾ ഒക്കെ അത് ബലഹീനതകൾ എന്നതിനെ പറയാൻ പാടില്ല. ബലഹീനതകൾ അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ തന്നെ ഉൾച്ചേരുന്ന മാനുഷിക ചോദനകളാണതൊക്കെ, മാനുഷിക പ്രവണതകളുമൊക്കെ. അതൊക്കെ നന്മയ്ക്കുതകുന്ന വിധം ഞാൻ ഓപ്റ്റ് ചെയ്യുമ്പം, വിനിയോഗിക്കുമ്പം അതൊക്കെ ബലമായി മാറുന്നു. അപ്പം പല ബലഹീനതകളാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ വേറൊരു കണ്ണുകൊണ്ട് മാറുമെന്ന് നോക്കുമ്പോൾ അതെല്ലാം ബലമായി മാറുന്നു. അതാണ് അതിൻ്റെ വസ്തുതയും. അപ്പം അങ്ങനെ നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, സിദ്ധികൾ, സാധ്യതകൾ ഇതെല്ലാം ബലങ്ങളാണ്. ദൈവത്തിലേക്ക്, നന്മയിലേക്ക്, നല്ല ഒരു ജീവിത അവസ്ഥയിലേക്ക് വളരാനുള്ള ബലമായിട്ട് തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. ഇതാ മുമ്പ് സൂചിപ്പിച്ച പോലെ മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവം വളരെയധികം വിലമതിക്കുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ സാർത്തിനെ പോലെയുള്ള അസ്തിത്വവാദ ചിന്തകരൊക്കെ പറയുന്നത് പോലെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിധിയാണ്. മനുഷ്യൻ തീരുമാനം എടുക്കേണ്ടത് ഒറ്റയ്ക്കാണ്. മനുഷ്യൻ തീരുമാനമെടുക്കാനായിട്ട് ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് സാർത്തിനെ പോലെയുള്ളവർ പറയുക. അപ്പം ആ തീരുമാനത്തിൽ യഥാർത്ഥത്തിൽ എൻ്റെ തീരുമാനം എൻ്റെ മാത്രമായ ഒന്നായി മാറുമ്പോൾ, എൻ്റെ ഐഡൻറ്റിറ്റി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാകുമ്പോൾ ദൈവത്തിന് പിന്നെ എന്താണ് പ്രസക്തി? മൈ ഐഡൻറ്റിറ്റി ഈസ് ദ സം ടോട്ടൽ ഓഫ് മൈ ഡിസിഷൻസ് എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. എൻ്റെ തന്നെ തീരുമാനമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോഴും ആ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പ്രചോദനം തരുന്ന എൻ്റെ മനസാക്ഷി എന്നൊരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ സ്വരമായി. അത് ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവം എൻ്റെ മനസ്സിൽ മന്ത്രിക്കുന്ന സ്വരമാണ് എൻ്റെ മനസാക്ഷി. എൻ്റെ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ആ മനസാക്ഷിയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വലിയ ക്രിയാത്മക സാന്നിധ്യമായിട്ട് അവൻ്റെ മീതെ, അവൻ്റെ ചുറ്റിലും, അവനോടൊപ്പം എപ്പോഴും ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു നിർഗുണ ബ്രഹ്മനിലല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു അജ്ഞാത ശക്തിയിലല്ല, ഏതോ മേഘങ്ങൾക്ക് അപ്പുറത്ത് മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു സങ്കല്പത്തിലല്ല, മറിച്ച് എൻ്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, കരങ്ങളിൽ വഹിക്കുന്ന, കൈപിടിച്ച് നയിക്കുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ്, ഒരു അപ്പനാണ്. എനിക്ക് വേണ്ടി മനുഷ്യനായി ജീവൻ അർപ്പിച്ച മഹാസ്നേഹമാണ്. ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ സ്നേഹം എന്നെ നന്മയിലേക്ക് എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം നമുക്ക് കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സുവിശേഷം നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രചോദനം തരികയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ദൈവം തരുന്ന പ്രചോദനങ്ങളാണ്. അപ്പോൾ ഈ പ്രചോദനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കേണ്ടതും. അപ്പോൾ ദൈവിക പ്രചോദനങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ നന്മയിലേക്ക് നയിക്കും. എന്നാൽ ആ പ്രചോദനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് തിന്മയുടെ സ്വാർത്ഥപരമായ ആസക്തികളുടെ വഴിയിലൂടെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെ തിന്മയിലേക്കും തകർച്ചയിലേക്കും നയിക്കും. അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നതാണെങ്കിലും ആ തീരുമാനങ്ങൾക്ക് പിറകിലൊരു നന്മയുടെ കരം എപ്പോഴും എന്നെ വഴി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവത്തിനൊരു വലിയ റോൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന് എല്ലാ റോളും വിട്ടുകൊടുത്തിട്ട് ദൈവമാണ് എല്ലാത്തിൻ്റെ ഉത്തരവാദി. ഞാൻ കുറ്റം ചെയ്താലും ഞാൻ നന്മ ചെയ്താലും ദൈവമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഞാൻ കേവലം റോബോട്ടായി മാറുക. യന്ത്രമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും ചെയ്യാനില്ല. അയാളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി റോബോട്ടിക് ആക്ടിവിറ്റീസാണ് അതെല്ലാം. അപ്പോൾ അതിനകത്തൊന്നുമില്ല. ദൈവത്തിനൊരു പദ്ധതി മനുഷ്യനെക്കുറിച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ തീരുമാനം മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് പറയുന്ന ആ ഒരു ഇതുമായിട്ട് കോൺട്രഡിക്ടറി അല്ലേ? ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിനുള്ള പദ്ധതി, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അത് നന്മയ്ക്കുള്ള പദ്ധതിയാണ്, വളർച്ചയ്ക്കുള്ള പദ്ധതിയാണ്. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ച് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള പദ്ധതിയാണ്.
അത് ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനുള്ളത് അവൻ്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവനെക്കുറിച്ച് ദൈവം കാണുന്ന കരുതലുള്ള സ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്കനുസരിച്ച് ഞാൻ വളരാനും ജീവിക്കാനും എൻ്റെ വ്യക്തിപരമായ ഇടപെടലും സമർപ്പണവും തീരുമാനവും എൻ്റെ ഓരോ ചലനവും ഉത്തരവാദിത്തമുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ തീരുമാനങ്ങൾ അതിന് വിഘാതമായിട്ട് ഞാൻ നടത്തിയാൽ, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ചുള്ളത് യാഥാർത്ഥ്യം ആകുന്നില്ല. അപ്പോഴത് പരാജയമായി മാറും. അപ്പം ഞാൻ റെസ്പോൺസിബിളാണത്. അതിന് ദൈവത്തെ നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി എൻ്റെ നന്മയ്ക്കും എൻ്റെ വിജയത്തിനുമുള്ള ആത്യന്തികമായ നന്മയുടെ ആനന്ദത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ, എൻ്റെ സ്വാർത്ഥ നിലപാടുകളിലൂടെ, എൻ്റെ പാപ ജീവിതത്തിലൂടെ ഞാനതിനെ തിരസ്കരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുന്നു. അതിലൂടെ എനിക്ക് പരാജയം സംഭവിക്കുന്നു, ഞാൻ നശിക്കുന്നു. ആ ഒരു വ്യത്യാസം ക്ലിയർ അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കൊക്കെ എത്തിയെന്ന് ഞാൻ കരുതുകയാണ്. സഹനം, അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ, ഉത്തരം കിട്ടാത്ത പല സമസ്യകളായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവിടെ എല്ലാം ദൈവം എൻ്റെ ജീവിതത്തെ ഒരുക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന വിധം ഞാൻ പരിഭ്രമിക്കരുതെന്ന് പത്രോസ്ലീഹയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് അതിനെ തിരിച്ചറിയാം. എൻ്റെ ജീവിതത്തിൽ വരുന്ന വിപരീതാനുഭവങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം ജീവിതത്തെ കൂടുതൽ വളർത്താൻ വേണ്ടി ദൈവം ഒരുക്കുന്ന അവസരങ്ങളായി കണ്ട് ഈശോയുടെ സഹനത്തോട്, കുരിശിലെ സഹനത്തോട് എൻ്റെ ഈ സഹനങ്ങളെ ചേർത്ത് ഞാൻ കാഴ്ചവെക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറുന്നു. ഞാൻ എൻ്റെ സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ യഥോചിതം നോക്കിക്കണ്ട് ഈ ഒരു ജീവിതം, ദൈവം അനുഗ്രഹമായി തന്ന ഈ ഒരു ജീവിതം, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തെ അതിൻ്റെ തനിമയിൽ തിരിച്ചറിയാൻ, ഈ ജീവിതത്തിൽ ഉൾച്ചേരുന്ന സഹനങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ അങ്ങയുടെ ഹിതത്തോട് ചേർന്നുകൊണ്ട് സ്വീകരിക്കുവാൻ, അങ്ങയുടെ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് സ്നേഹത്തിലും കൃപയിലും ആനന്ദത്തിലും വളർന്നുകൊണ്ട് ജീവിതം അർത്ഥപൂർണ്ണമാക്കി തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, സ്വർഗ്ഗവാസികളെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരീക്ഷണങ്ങളിലൂടെ ജീവിതം മുന്നേറുകയാണ്, മാറ്റുരയ്ക്കപ്പെടുകയാണ്. വീണ്ടും വീണ്ടും സ്വർണം, അതിൻ്റെ തെളിമ കൂട്ടുവാൻ. നന്ദി, നമസ്കാരം. മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടുന്നവരെ. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.